ജയറാമിന്റെ മകനും നടനുമായ കാളിദാസിന്റെ വിവാഹ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഈ ഞായറാഴ്ചയാണ് തന്റെ അടുത്ത സുഹൃത്തു കൂടിയായ തരിണി കലിംഗരായിലെ കാളിദാസ് താലി ചാർത്തുന്നത്. ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം നടക്കുക. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന പ്രീ വെഡിംഗ് പരിപാടി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. 2021 തരിണിയെ കാളിദാസ് ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഏറെ വർഷമായി താനും തരിണിയും പ്രണയത്തിലായിരുന്നുവെന്നാണ് കാളിദാസ് വെളിപ്പെടുത്തിയത്. മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയാണ് തരിണിയുമായി പരിചയത്തിലായത്. പിന്നീട് വീട്ടുകാർ തരിണിയെ നേരിട്ട് പരിചയപ്പെട്ടു. അങ്ങനെയാണ് തരിണി തന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നായിരുന്നു കാളിദാസ് പറഞ്ഞത്. ചെന്നൈ സ്വദേശിയാണ് തരിണി. ചെന്നൈയിലെ ഏറ്റവും പ്രമുഖരായ കലിംഗരായർ കുടുംബത്തിലെ അംഗം കൂടിയാണ് കാളിദാസിന്റെ ഭാവി വധു. ചെറുപ്പം മുതൽ തന്നെ വളരെ അധികം കഷ്ടപ്പാടുകളിലൂടെയാണത്രേ തരിണി കടന്നു വന്നത്. അന്ന് താങ്ങും തണലുമായി ഒപ്പം നിന്നത് അമ്മയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മോഡലിംഗിലേക്ക് കടന്നു വന്നയാളാണ് തരിണി. MOP വൈഷ്ണവ് കോളേജ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം പഠിക്കുന്നതിനിടയിൽ തന്നെ അവർ മോഡലിംഗിലേക്ക് കടന്നിരുന്നു. ബിരുദ പഠനത്തിനൊപ്പം സിനിമാ നിർമ്മാണവും തരിണി പഠിച്ചു. ഫാഷൻ ഷോകളിലും സജീവമാണ് തരിണി. മിസ് തമിഴ്നാട്, മിസ് സൗത്ത് ഇന്ത്യ, ഫസ്റ്റ് റണ്ണറപ്പ് തുടങ്ങിയ പട്ടങ്ങളും തരിണി സ്വന്തമാക്കിയിട്ടുണ്ട്. 1 കോടിക്ക് മുകളിലാണത്രേ തരിണിയുടെ താരമൂല്യം. ഇപ്പോൾ സമ്പത്തിന്റെ കാര്യത്തിലും ജയറാമിന്റെ കുടുംബത്തിനേക്കാൾ ഒട്ടും പിന്നിലല്ല തരിണിയുടെ കുടുംബമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോടികളുടെ ആസ്തിയുണ്ടത്രേ താരത്തിന്. മാത്രമല്ല ഓടി കാറും ആഡംബര മറ്റു വാഹനങ്ങളുമുണ്ട്. ജയറാമിന്റെ ആകെ ആസ്തി 40 കോടിക്ക് അടുത്താണ്. ചെന്നൈയിലും കൊച്ചിയിലും ബാംഗ്ലൂരിലും എല്ലാമായി ആഡംബര വസതികളും ഫാം ഹൗസുകളും എല്ലാം താരത്തിനുണ്ട്. ജയറാമിന്റെ മകൾ മാളവികയുടെ ഭർത്താവ് നവനീതും സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് നവനീത്. നിലവിൽ ഒരു എഞ്ചിനീയറിംഗ് സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിങ് ഹെഡായാണ് നവനീത് ജോലി ചെയ്യുന്നത്. മകളുടെ വിവാഹം പോലെ തന്നെ മകന്റെ വിവാഹവും ജയറാം ആഡംബരപൂർണമായി തന്നെയാകും നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഒരു ചില്ലിക്കാശ് പോലും തരുണിയിൽ നിന്നും സ്ത്രീധനമായി വാങ്ങിയില്ല എന്ന് നേരത്തെ തന്നെ ജയറാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ് അല്ലാതെ ബാക്കി കണ്ണനാണ് അവൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അവർ വലിയ കുടുംബമാണ്. മകളുടെ വിവാഹം നടക്കുമ്പോൾ ചെക്കന്റെ വീട്ടുകാർ പറഞ്ഞത് വിവാഹം തൊട്ട് എല്ലാം തന്നെ ഞങ്ങൾ നടത്തിക്കൊള്ളാം, ഞങ്ങൾക്ക് കുട്ടിയെ മാത്രം മതി എന്നാണ്. അത് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യമാണ്. സ്ത്രീ തന്നെയാണ് ധനം എന്ന് വിശ്വസിക്കുന്നയാളാണ് താൻ. സ്ത്രീധനം എന്ന സമ്പ്രദായമൊക്കെ കഴിഞ്ഞു പോകേണ്ട സമയമായി എന്നതായിരുന്നു താരത്തിന്റെ വാക്കുകൾ.